എറണാകുളം പറവൂരിലെ കുറുവ ഭീതിയിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. രാത്രി വീടിന്റെ പുറത്ത് ലൈറ്റ് ഓൺ ചെയ്തിടണമെന്നും ആയുധ സ്വഭാവമുള്ള വസ്തുക്കൾ പറമ്പിൽ അലക്ഷ്യമായി ഇടരുതെന്നും മുനമ്പം ഡിവൈഎസ്പി ജയകൃഷ്ണൻ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ജാഗ്രത പാലിക്കണം. കവർച്ചാ ശ്രമത്തിന് കേസെടുത്തെന്നും മോഷണത്തിന് പിന്നിൽ കുറുവ സംഘമാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആലുവ റൂറൽ എസ്.പി വൈഭവ് സക്സേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്കൻ പറവൂരിൽ കുറുവ സംഘമെന്ന് കരുതുന്നവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം അന്വേഷിക്കാനായി പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ വടക്കേക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ മോഷണത്തിന് പിന്നിൽ കുറുവ സംഘമാണെന്ന് എഫ്ഐആറിൽ പരാമർശമില്ല. പറവൂർ ഭാഗത്തെ 3 വീടുകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണശ്രമം നടന്നത്. എന്നാൽ 10ഓളം വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീടുകളിൽ ഇന്നും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇതിനു പിന്നാലെയാണ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മുനമ്പം ഡിവൈഎസ്പി ജയകൃഷ്ണൻ വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. രാത്രി വീടിന്റെ പുറത്ത് ഒരു ലൈറ്റ് ഓൺ ചെയ്തിടണം, ആയുധ സ്വഭാവമുള്ള വസ്തുക്കൾ പറമ്പിൽ അലക്ഷ്യമായി ഇടരുത് തുടങ്ങിയ കാര്യങ്ങൾ സന്ദേശത്തിൽ പറയുന്നു. നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ രാത്രി ആവശ്യമായ വെളിച്ചം ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പരമാവധി നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു ലൈറ്റ് തെളിച്ചിടാനായിട്ട് എല്ലാവരും ശ്രമിക്കും. ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നമ്മുടെ കോമ്പൗണ്ടിൽ അലക്ഷ്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടകരമാണ്. അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ കോമ്പൗണ്ടിൽ ഇല്ല എന്നും പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അതെടുത്ത് നമ്മൾക്ക് നേരെ പ്രയോഗിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അത്തരത്തിലുള്ള സംഗതികളുണ്ടെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക. എന്നാൽ പറവൂരിലെ മോഷണം കുറുവ സംഘമാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് ആലുവ റൂറൽ എസ്.പി വൈഭവ് സക്സേന പറഞ്ഞു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുവരെ ഇത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതാ കുറുവ സംഘം തന്നെയാണോ അല്ല. പക്ഷേ ഈ എല്ലാ നിരീക്ഷണം നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ബാക്കി ശക്തമായ രീതിയിൽ സമാൻ പോലെ എല്ലാ പര്യായ കേസുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ആ ഏരിയ തന്നെ 2-3 സമീപകാലിൽ തേപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കള്ളന്മാരെ പിടിച്ചിട്ട് റിമാൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഡ്രസ്സിന് മാത്രമേ പറയാൻ പറ്റിയിട്ടില്ല. കാരണം കുറുവ സംഘം ഇന്ത്യയെക്കുറിച്ച് പ്രത്യേകിച്ചും വേറെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടോ. ബുധനാഴ്ചയാണ് ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം ജില്ലയിലും കുറുവ സംഘം മോഷണശ്രമം നടത്തിയതായി സംശയമുണ്ടായത്. പുലർച്ചെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് മോഷ്ടിക്കാൻ വന്നതറിയുന്നത്. ഇവർ വീടിന്റെ പിൻവാതിൽ തുറക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. 2ൽ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നതായും വീട്ടുകാർ പറയുന്നു. CCTV ദൃശ്യങ്ങളാണ് കുറുവ സംഘത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. റിപ്പോർട്ടർ, കൊച്ചി.